ശരീരത്തിന്റെ തൊലിപ്പുറം അടർന്ന് കല്ലിൽ പറ്റി അടർന്നു പോയി തൊലി പകുതിയിലധികം. ആ രാവിൽ മരണം ഉറപ്പിച്ചു. ഇനി ഒരു യാതന ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റാത്ത അത്രയും. എന്നാൽ ജീവൻ പോണുണ്ടോ? അതുമില്ല. ശ്വാസം നിൽക്കുന്നുണ്ടോ? അതുമില്ല. വീണ്ടും രാവ് വന്നു. രാത്രി ചെന്നപ്പോഴേക്കും അബോധത്തിലേക്ക് പോയ തമ്പുരാന്റെ മുൻപിൽ വീണ്ടും ആ സന്യാസി പ്രത്യക്ഷപ്പെട്ടു. എന്ന് പറഞ്ഞു, തമ്പുരാനെ, മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. മരുന്ന് കുടിച്ചാൽ അങ്ങ് തിരിച്ചു പോകണം. പക്ഷെ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് അങ്ങ് നമഃശിവായ എന്ന് പറയണം. തമ്പുരാൻ പറഞ്ഞു, പ്രഭു, നമഃശിവായ എന്നല്ല, അങ്ങ് പറയുന്ന എന്തും ഞാൻ ചെയ്യാം. പക്ഷേ സന്യാസി നാ എന്ന് പറയുമ്പോ തമ്പുരാന് നാന്ന് പറയണമെന്നുണ്ട്. നാ എന്ന് പോയിട്ട് അക്ഷരമെടുക്കാനാവാതെ തമ്പുരാന്റെ ഉള്ളിൽ പെട്ടഞ്ഞു. 10-15 മിനിറ്റ് എടുത്തു നമഃശിവായ